എന്തോട്ട്? എനിക്കിങ്ങനെ കള്ളം പറയാൻ പറ്റില്ല. നീ എന്തിനാ മദൻ ചേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോയതല്ല അഞ്ജലി. ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്നോട് ചോദിച്ചു അവൾ അവനെ കണ്ടോ ഇല്ലയോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. ഇപ്പം നീ അവനെ കണ്ടിട്ടില്ല എന്നും നിന്റെ തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ വിനയ് ഞാൻ നിന്നോടെന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരോടും പറയണ്ട. ഞാൻ ഈ ഗ്രൂപ്പ് വിട്ട് പൊയ്ക്കോളാം. എനിക്കിത് മനസ്സിലാകുന്നില്ല കേട്ടോ. അതായത് അവൻ നിന്നെ കയറി പിടിച്ചു, എന്നിട്ട് നീ ഗ്രൂപ്പ് വിട്ട് പോകുന്നു. അവനല്ലേ ഗ്രൂപ്പ് വിട്ട് പോകണ്ടേ? പിന്നെ നമ്മൾ ഏറ്റവും സേഫായി കരുതുന്ന ഒരു സ്പേസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ വല്ലാതെ തളർന്നു പോകും. അതിന് ഞാൻ പഴയ സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വെച്ചാൽ ഈ തെണ്ടി നമ്മുടെ ഗ്രൂപ്പ് വിട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ സ്ഥലം തന്നെയാണ്. ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് സംഭവിച്ചതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. അഞ്ജലി, അവൻ നിന്റെ കയറി പിടിച്ചോ? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. പിടിച്ചോ ഇല്ലേ? ആ. നീ അവനെ കണ്ടോ? ഇല്ല. അവന്റെ പോക്കറ്റിൽ നിന്ന് തെറിച്ചു പോയ കുണാപ്പ മാത്രമുള്ള നിന്റെ തെളിവായിട്ട് അല്ലേ? അത് മാത്രമല്ല, അത് അയാൾ തന്നെയാണ്. അതേ മണം. അഞ്ജലി, ഇത് ഞാൻ വിശ്വസിക്കും. എനിക്കിത് മതി. ഗ്രൂപ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് മതിയാവില്ല. നീ അവനെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഓമാരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് എന്റെ കൂടെ ആരെങ്കിലും നിൽക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ? നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ടേ? ഞാൻ നിന്നോട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു, അവനെതിരെ കേസ് കൊടുക്കാൻ പറഞ്ഞു, ചെയ്തില്ല. ഫേസ്ബുക്കിൽ അവനെതിരെ പോസ്റ്റ് ഇടാൻ പറഞ്ഞു, അതും ചെയ്തില്ല. ഇനിയിപ്പോ ഗ്രൂപ്പിലും പറയണ്ടേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നിന്നെ കയറി പിടിച്ചു കൊടുത്തതിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ നാടകം കളിച്ച് കിടക്കണോ? ഇതൊന്നും വേണ്ടെന്ന് എന്തുകൊണ്ടാ വിനയ് ഞാൻ പറഞ്ഞത്? എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കണ്ട. അതാരും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ശരി അഞ്ജലി, ഞാനാ തെറ്റ് ചെയ്ത്. നീ ഗ്രൂപ്പിൽ പോയി പറഞ്ഞു നീ അവനെ കണ്ടിട്ടില്ല. മദൻചേട്ടൻ്റെ മുമ്പിൽ ഞാൻ കള്ളനാവും. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞോളാം. ഞാനാണ് മദൻചേട്ടനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അപ്പം നിനക്ക് ഒറ്റയ്ക്ക് ഗ്രൂപ്പ് വിട്ട് പോകേണ്ടവരില്ല.